ഹായ്, ഇത് ഇന്നൊരു കസ്റ്റമർ കൊണ്ടുവന്ന M100 പ്രിൻ്ററാണ്. കസ്റ്റമർ പറഞ്ഞ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ എത്ര ഇങ്ക് ഫ്ലഷ് ചെയ്തിട്ടും സ്റ്റിൽ ബ്ലാങ്ക് പേജാണ് വരുന്നതെന്നാണ്. നമ്മൾ ട്രൈ ചെയ്തപ്പോഴും അതേ ബ്ലാങ്ക് പേജ് തന്നെയാണ് വരുന്നത്. നമുക്ക് എന്തായാലും പ്രിൻ്ററിൻ്റെ കവറൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. കവർ ഓപ്പൺ ആക്കി അതിൻ്റെ ഹെഡ് കേബിൾ ചെക്ക് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി നല്ല രീതിക്ക് അത് ബെൻഡ് ആയിട്ടുണ്ട്. സോ ഈ കാരണം കൊണ്ട് തന്നെ ഫോർമാറ്റർ ബോർഡിലെ ഫ്യൂസ് പോയിട്ടുണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഫോർമാറ്റർ ബോർഡ് ഒന്ന് ഊരിയിട്ട് മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ഫ്യൂസാണ് ചെക്ക് ചെയ്യേണ്ടത്. F1 എന്ന് പറഞ്ഞ ഫ്യൂസാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇവിടെ നോക്കിയപ്പോൾ മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല, സോ അത് പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് റീപ്ലേസ് ചെയ്ത് വേറൊരു ഫ്യൂസ് വെക്കാം. ഫ്യൂസ് വെച്ചിട്ട് മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെയാണ്, കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. ഫോർമാറ്റർ ബോർഡ് എന്തായാലും നമുക്ക് പ്രിൻ്ററിലേക്ക് ഫിറ്റ് ചെയ്യാം. അറ്റ് എ ടൈം തന്നെ നമ്മൾ ഹെഡ് കേബിൾ മാറണം, കാരണം പഴയ ഹെഡ് കേബിൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്യൂസ് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതെല്ലാം മാറി നോക്കിയപ്പോൾ ബ്ലാങ്ക് പേജ് എന്നുള്ള ഇഷ്യൂ മാറിയിട്ടുണ്ട്, പ്രിൻ്റർ ഓക്കെ ആയിട്ടുണ്ട്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം.